ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലവും റൂമുകളും ഇതെല്ലാം പരിചയപ്പെടുത്താവുന്ന. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത്. ഇതിപ്പം മറ്റേ ശ്രീയുടെ കുറേ സ്ഥലങ്ങൾ ആയിരുന്നു. ഇത് പഴയ മറ്റേ നേരെ കാണുന്ന അതൊരു പഴയൊരു ബങ്കറാണ്. ഞാൻ കാണിച്ചിരാവേ. ഇതുണ്ടോ, ഒരു ബങ്കറാണിത് കാണുന്നത്. ഒരു ബങ്കറാണത്. ഇതിപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറം സ്ത്രീയുടെ ഭൂമിയാണിപ്പോൾ. അത് മെയിൻ റോഡിൽ കൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാം. കണ്ടോ, അത് മെയിൻ റോഡാണ്. അത് ഞങ്ങൾ തൊട്ട് അടുത്തുള്ള ടൗണിലേക്ക് പോകാനായിട്ട് കത്തശ്രീൻ എന്ന് പറയും. കത്തശ്രീൻ അത് ലെബനോൻ്റെയും സിറിയേൻ്റെയും എല്ലാം ബോർഡറിൽ വരുന്ന ചെറിയൊരു ടൗണാണ്. ഞങ്ങൾ നിൽക്കുന്നൊരു ബോർഡർ ഭാഗത്താണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം, കാര്യങ്ങൾ. ഈ ബിൽഡിങ്ങിൽ തായ്ലാൻഡ് പീപ്പിൾസാണ് മുഴുവൻ താമസിക്കുന്നത്. ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് മുഴുവൻ കണ്ടെയ്നർ ബോക്സാണ്. ഇവിടെ മൊത്തം അങ്ങനെയാണല്ലോ വീടുകൾ ഉള്ളത്, കണ്ടെയ്നർ ബോക്സാണ്. അതുപോലെ അതിലും തായ്ലാൻഡ് പീപ്പിൾസാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മലയാളീസ് താമസിക്കുന്നത് എൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. കാണിച്ചു തരാം. ബോക്സ് അടുക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് 1300ഓളം ബോക്സ് ഉണ്ട്. ഒരു ബോക്സിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ തൂക്കുന്നത് ഒരു ബോക്സിൽ 700 കിലോ 750 കിലോ അതാണ് ഒരു ബോക്സ്. അങ്ങനത്തെ 1300ഓളം ബോക്സ് ഉണ്ട്. ഇതെല്ലാം ഫ്രീസർ റൂമുകളാണ്. ഇത് ബിൽഡിങ് മൊത്തം ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം ഫ്രീസർ റൂമുകളാണ്. ലാസ്റ്റത്തത് നമ്മളൊരു ചെറിയൊരു ഗോഡൗണാണ്. അത് ഫ്രീസർ റൂമുകളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം. ഞങ്ങളുടെ ബങ്കർ റൂം ആണ് ഇവിടെയാണുള്ളത്. ബങ്കർ റൂം. ഈ ബങ്കർ റൂം ഇവിടെ ആയതുകൊണ്ട് 2 ദിവസമായി ചെറിയ രീതിയിൽ ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. ഈ കാലാവസ്ഥ മാറുന്നതിൻ്റെയാണ്. ഭയങ്കര തണുപ്പാണിപ്പോൾ. ഞങ്ങളുടെ ബങ്കർ റൂം ഇതാണ് ഞങ്ങളുടെ ബങ്കർ റൂം. ഇതുകൊണ്ട് ഇതിൻ്റെ മറ്റേ കോൺക്രീറ്റ് ആണ്, ഫുള്ള് കോൺക്രീറ്റ് ആണ്. ഇതിൻ്റെ ഒരു വീതി കണ്ടോ, ഇത്ര വീതിയാണ്. ഇതിപ്പം വെന്റിലേഷൻ്റെ മറ്റേ ഡോറ് കണ്ടോ, എൻ്റെ ഒരു കനം കണ്ടോ, ഡോറിൻ്റെ ഇരുമ്പിൻ്റെ ഡോറിൻ്റെ അതിൻ്റെ ഒരു കനം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഡോറിൻ്റെ ഒരു കണം. ഫുള്ള് ഒരുക്കാണ്. കയറി ഇവിടെ വന്നു. ഇതുണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രൂട്ട് പാക്കിംഗ് സെക്ഷനിൽ ഇതാണ്. നമുക്കിവിടെ ഇപ്പോൾ അത്യാവശ്യം കാപ്പി വെക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വരുമ്പോൾ നമ്മളിവിടെയാണ് കയറി നിൽക്കുന്നത്. പിന്നെ നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നൊരു ഡോറാണിത്. ഇത് നമ്മുടെ പാക്കിംഗ് സെക്ഷനാണ്. അത് ഞാൻ അപ്പുറത്തൂടെ പോയി കാണിച്ചു തരാം. പാക്കിംഗ് സെക്ഷനൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ ഒരു ചെറിയൊരു ഓഫീസാണിത്, ചെറിയൊരു ഓഫീസ്. ഞങ്ങളുടെ ഫ്രൂട്ടിൻ്റെ പാക്കിംഗ് സെക്ഷനൊക്കെയാണിത്. ഇത് മറ്റേ പാക്കറ്റ് ഉണ്ടാക്കുന്നൊരു മെഷീൻ സംവിധാനമാണ്. അതുകൊണ്ട് ഈ രീതിയിലാണ് മറ്റേ പാക്കിങ് ആയി വരുന്നത്. നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കും. ഈ രീതിയിൽ പാക്കിംഗ് ആയി ഇതിലെ എക്സ്ലേറ്ററിലൂടെ ഓരോ പാക്കിംഗ് സെക്ഷനിലേക്കും വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഫ്രീസർ റൂമുകൾ. ഇത് മുഴുവൻ ഏകദേശം 1300ഓളം ബോക്സ് പോകണം. ഒരെണ്ണം മാത്രമല്ല എൻ്റെ അമ്മ. ഇതുണ്ടോ, ഫുള്ളി ഇരുട്ടാണ്. അത് ഞാൻ ഉള്ളിലോട്ട് കയറുന്നില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം. അതിൻ്റെ ഉള്ളിൽ വേറെ ഫ്രീസർ റൂമുണ്ട്. വലിയ റൂമാണ്.
ഇതുണ്ട് ഈ സൈഡ്, ഇതുണ്ട് ഈ സൈഡ് ഫുള്ള് ഫ്രീസർ റൂമുകളാണ്. ഈ സൈഡ് ഫുള്ള് മൊത്തം ഫ്രീസർ റൂമാണ്. ആ സൈഡിൽ അവിടെ ഒരു ഫ്രീസർ റൂമുണ്ട്. പിന്നെ അവിടെ ഒരു വെയിറ്റ് നോക്കുന്ന സ്കെയിലുണ്ട്. അതാണ് അവിടെ മറ്റേ ഡിജിറ്റലിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാക്കിംഗ് സെക്ഷൻ, ഫ്രൂട്ട്സ് പാക്കിംഗ് സെക്ഷനാണിത്. ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് ചെയ്യേണ്ട ഒരൊറ്റ വർക്കേ ഉള്ളൂ. ഇതെല്ലാം എക്സലേറ്റർ വഴി വരുമ്പോൾ എടുത്ത് പാക്കറ്റിൽ വെക്കുക. അതെന്ന് വെച്ചാൽ പല രീതിയിലുള്ള പല സൈസിൽ ഒന്ന് വലുതും ചെറുതൊക്കെ തരം തിരിഞ്ഞ് വരും. ആകപ്പാടെ ഇത് ചെയ്യുന്നത് മൊത്തത്തിൽ ഈയുടെ ഫോക്ക് ലിഫ്റ്റ് കൊണ്ട് വന്നിട്ട് ബോക്സ് എടുത്ത് ഇതിൽ വെച്ച് കൊടുക്കും. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇത് അങ്ങനെ കയറി അതിൽ ആ കൺവേർട്ടർ വഴി പോയി വന്ന് എല്ലാം എക്സിലേറ്റർ വഴി പോയി അവിടെ വരുമ്പോൾ അതാണ് വാഷിംഗ് മെഷീൻ. അതിനകത്ത് വാഷ് ചെയ്ത് പിന്നെ ഇതിൽ ഓരോ എക്സിലേറ്റർ വഴി വരും. മേളിൽ നിന്ന് കാണുന്ന എക്സിലേറ്റർ എന്താണെന്ന് വെച്ചാൽ അത് ബോക്സ് വരുന്നതാണ്. എല്ലാം ഈ എക്സിലേറ്റർ വഴി ഇതിലെ ബോക്സ് വരും. ഉണ്ടോ? ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇതിലെ ഓട്ടോമാറ്റിക്കലി ബോക്സ് മേളിൽ നിന്ന് ബോക്സ് വരും. ഇതിലെയാണ് ഫ്രൂട്ട്സ് വരുന്നത്. ഇങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇത് പല ഐറ്റം ഗ്രേഡ് തിരിച്ച് വലുപ്പമാണ്. ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വലുപ്പം അനുസരിച്ച് ഏറ്റവും വലുപ്പമുള്ളത് ഈ സൈഡിൽ, അതിൻ്റെ കുറഞ്ഞത് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏറ്റവും വലുപ്പം കുറഞ്ഞത്. പിന്നെ വല്ലാതെ പഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കയറ്റി വിടുന്നതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, അല്ല അമേരിക്കയ്ക്ക് കയറി പോകുന്നതാണ്. ഇതിൻ്റെ അകത്തൂടെയാണ് ഏറ്റവും പഴമുള്ളതും വേസ്റ്റുള്ളതും പൊട്ടിയതൊക്കെ ആയിട്ടുള്ളത് ഇതിൻ്റെ അകത്തോടെ വരും. പിന്നെ ഈ മെഷീനിലൂടെയും പൊട്ടിയതും വേസ്റ്റുള്ളതൊക്കെ ഈ രണ്ട് മെഷീൻ്റെ അകത്തോടെ വരും. അതൊക്കെ ഇവിടുത്തെ വൈൻ കമ്പനിക്കാർ കൊണ്ടുപോകണം ഇതിന്. പിന്നെ അത് നമ്മൾ ഇതെടുത്ത് പാക്ക് ചെയ്തിട്ട് ഈ കൺവേർട്ടറിൽ വെച്ച് കൊടുക്കും. ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഇവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം സെൻസറാണ്. അപ്പോൾ ഓരോ ഫ്രൂട്ട്സിൻ്റെ വലുപ്പം അനുസരിച്ച് ഓരോ ചെയിൻ വഴി പോകും. ഇത് മൂന്നെണ്ണം വരുമ്പോൾ പാലത്തിലെടുത്ത് ഇവിടെ പാലറ്റ് വെക്കും. പാലറ്റ് എല്ലാം ഓട്ടോമാറ്റിക്കലാണ്. പാലത്തിൽ അടുക്കി വെക്കും. അടുക്കി വെച്ച് ഇതിലേ വന്ന് പാലറ്റ് ഈ ചെയിൻ വഴി പാലറ്റ് ഇവിടെ പോയി ഈ ചെയിൻ വഴി അവിടെ പോയി ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് പാക്കിങ് മറ്റേ ഇതെല്ലാം പാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലറ്റ് കെട്ടൂല നമ്മുടെ കയർ പോലത്തെ ഒരു കയർ, അതുകൊണ്ട് ആ കയറുണ്ട് വെള്ളക്കയർ, അതിട്ട് ഓട്ടോമാറ്റിക്കലി പാക്ക് ചെയ്ത് കെട്ടി എല്ലാം ക്ലിയർ ആക്കും. ഞാൻ താമസിക്കുന്ന റൂം കൂടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണിത്. ഞാൻ താമസിക്കുന്നത് ഇതാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ട ഗോഡൗണിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. അപ്പുറത്തെ സൈഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കാണിച്ചത്. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ റൂമിന് ഇവിടെ കഴുകാനാണ്. ഇത് നമ്മുടെ വർക്ക്ഷോപ്പാണ്, വണ്ടികളുടെ വർക്ക്ഷോപ്പ്. ആ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ ഓണറുടെ വീട്. ഞങ്ങളുടെ ഓണർ രണ്ട് മക്കളാണുള്ളത്. മകൻ തൊട്ടപ്പുറത്ത് വേറെ ആണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. ഇവിടെ ഓണറും വൈഫ് മാത്രം. ഇവിടെ അങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞാൽ മക്കളൊന്നും ആരും കൂടെ ഉണ്ടാവില്ല, എല്ലാം സെപ്പറേറ്റാണ്. മകൾ ടെല്ലവീവിലാണ് താമസിക്കുന്നത്. മകളും കുടുംബമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. അവർ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവർ വരും. ഇതിപ്പോൾ ഇവിടെ വണ്ടിയെല്ലാം ഇടാനായിട്ടൊരു പുതിയൊരു ഷെഡ് നിർമ്മിക്കുകയാണ്. വണ്ടിയെല്ലാം ഇടാനായിട്ട് ഇവിടെ 30 മെഷീനറീസുള്ള വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും ഇടാനായിട്ട് പുതിയൊരു ഷെഡ് നിർമ്മിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തീരും. അതിങ്ങനെ ഫില്ലറാക്കുന്നു, അതിനടി കോൺക്രീറ്റ് ചെയ്യുന്നു, പിന്നെ കണ്ടെയ്നറാണല്ലോ, കണ്ടെയ്നർ വരുന്നു, ഫിറ്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ
ഷെഡ് വണ്ടിയെല്ലാം കഴുകി വർക്കെല്ലാം കഴിഞ്ഞ വണ്ടികളെല്ലാം കഴുകി കയറ്റി വെക്കുന്ന ഇപ്പോഴത്തെ ഷെഡ് ഇതാണ്. ഇതുണ്ടോ, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഡീസലും പെട്രോളൊക്കെ ഇവിടുന്ന് ഞങ്ങൾ അടിക്കുന്നത്. 2 മാസമെല്ലാം കൂടുമ്പോൾ ഒരു 3000 ലിറ്ററിൻ്റെ ഒരു ടാങ്കർ വരും, ഇവിടെ എണ്ണ ഇറക്കിയിട്ട് പോകും. ഇവിടുന്നാണ് പെട്രോളും ഡീസലൊക്കെ അടിക്കുന്നത് ഞങ്ങൾ. ഇതുണ്ട് ഒലിവ് മരം. ഇത് ഇപ്രാവശ്യം ഒലിവ് പറിച്ചിട്ടില്ല, പറിച്ചിട്ടില്ല. ഞങ്ങൾ അപ്പുറത്തെ തോട്ടത്തിലൊക്കെ ഞങ്ങൾ പറിച്ചായിരുന്നു, ഇപ്രാവശ്യം ഇതിൽ പറിച്ചിട്ടില്ല. ഇത് നമുക്ക് വേണേൽ എണ്ണയാക്കാം, പക്ഷേ നമ്മൾ എണ്ണയാക്കാൻ നിൽക്കുന്നില്ല. ഇതൊക്കെ ചെറുങ്ങനെ ഇപ്പോൾ നമ്മൾ മറ്റേ മില്ലിലോ അല്ലെങ്കിൽ മെഷീനൊന്നും വേണ്ട. ഇതിങ്ങനെ പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്തിട്ട് നമുക്കറിയാം, ഇത് മറ്റേ കുരു കളഞ്ഞിട്ട് അരച്ച് നമുക്ക് മറ്റേ ഉരുളിക്കകത്തിട്ട് ചൂടാക്കിയാൽ മതി, എണ്ണ കിട്ടും. എന്നിട്ട് അരിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ താമസിക്കുന്നത് പറഞ്ഞാൽ ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഇടത്താണ്. ഞങ്ങളിവിടുത്തെ ജനവാസ കേന്ദ്രമാണ് മൊത്തം. തോട്ടത്തിനോ അവിടെയൊന്നുമല്ല. തോട്ടം നമ്മുടെ ഇവിടുത്തെ 4 സൈറ്റിലായിട്ടാണ് തോട്ടം ഉള്ളത്. അപ്പോൾ നമ്മൾ തോട്ടത്തിൻ്റെ അവിടെയൊന്നുമല്ല. നമ്മൾ താമസിക്കുന്ന ഈ ഭാഗത്ത് ഒരു 1 കിലോമീറ്റർ ഒരു 15 കിലോമീറ്റർ അത്ര വ്യത്യാസത്തിലേക്കാണ് തോട്ടങ്ങളുള്ളത്. ഇനി റൂം കൂടെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ 4 മലയാളീസാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് റൂം. സൗകര്യമുണ്ട്. ഫ്രീസറൊക്കെ തൊട്ട് അപ്പുറത്താണുള്ളത്. മറ്റേ ഇതിങ്ങനെ ഷട്ടർ ഇട്ട് വന്നേക്കുന്നതാണ് റൂമിന്. പിന്നെ അത്യാവശ്യം അടുക്കും ചിട്ടകളും അതൊന്നും നോക്കണ്ട. കാരണം വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ആണുങ്ങളല്ലേ. എന്താ ഇതിൽ കൂടുതൽ അടുക്കും ചിട്ടകളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഞാൻ കിടക്കുന്ന റൂം. ഇതാണ് അതിൻ്റെ ഒക്കെ ഡോറൊക്കെ എങ്ങനെ നമ്മൾ ഈ സ്വിച്ചിൽ ഞെക്കിയാൽ മതി. ഈ സ്വിച്ച് ഞെക്കുമ്പോൾ ഡോറ് താഴുകയും പൊങ്ങുകയും ചെയ്യും. ഇതാണ് ഞാൻ കിടക്കുന്ന റൂം. ഇതൊക്കെ മുതലാളിയുടെ എന്തൊക്കെയോ നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മളതൊന്നും നോക്കാറില്ല. ഓക്കെ, അപ്പം നിർത്തുവാണ്. ഒരുപാട് ലെങ്തായിട്ട് വീഡിയോ. എല്ലാവരും കാണണം. ഓക്കെ.